ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ദ കാരിയർ FM ഓഫ് സ്മാർട്ട് ഹബ്. +1 അഡ്മിഷൻ എന്നത് വെറും ഒരു അപേക്ഷ പൂരിപ്പിക്കുന്ന പ്രക്രിയയല്ല, മറിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ് വരച്ചു തുടങ്ങുന്ന നിമിഷമാണ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ് ഇനി ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണമെന്നുള്ളത്. ഏത് കോഴ്സ് കോമ്പിനേഷനാണ് എനിക്ക് മാച്ച് ആവുക എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ശരിക്കും ഈ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും പിന്നെ ഹ്യൂമാനിറ്റീസ് ആയാലും എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ +1 അഡ്മിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനം എന്താന്ന് വെച്ചാൽ ആ കോഴ്സ് കോഡുകളാണ്. ആ അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കോഡുകൾ അതൊരു വെറും നമ്പർ മാത്രമല്ല എന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. തീർച്ചയായും അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് സ്ട്രീമാണ് വേണ്ടത്, ഏത് കോമ്പിനേഷനാണ്, പിന്നെ ആ കോമ്പിനേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളിലുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് അപേക്ഷിക്കുമ്പോൾ 100% കൃത്യത അവിടെ വേണം. സ്ട്രീമുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം സയൻസ് തന്നെ എടുക്കാം. ഈ 1 മുതൽ 9 വരെയും പിന്നെ 40 ഒക്കെയാണല്ലോ കോഡുകൾ വരുന്നത്. അപ്പോൾ ഈ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നവരും എഞ്ചിനീയറിംഗിന് താല്പര്യമുള്ളവരുമൊക്കെ സയൻസല്ലേ എടുക്കേണ്ടത്? അതെ, മെഡിക്കൽ ഫീൽഡിലേക്ക്, അതായത് നീറ്റ് ഒക്കെ എഴുതാൻ പോകുന്നവർ ബയോളജിയുള്ള കോമ്പിനേഷൻ തന്നെ എടുക്കണം. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് ഒക്കെ ആണെങ്കിൽ മാത്സും കമ്പ്യൂട്ടർ സയൻസും ഉള്ള കോമ്പിനേഷൻ മതിയാവും. അതായത് വെറുതെ ബയോളജി പഠിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അല്ലേ? അതെ, ആവശ്യമില്ലാത്തൊരു വിഷയം പഠിച്ച് എനർജി കളയരുത്. അത് വളരെ ശരിയാണ്. ഇനിയിപ്പോൾ അക്കൗണ്ടൻസി, എക്കണോമിക്സ് ഒക്കെ വരുന്ന കൊമേഴ്സ് സ്ട്രീമിലേക്ക് വന്നാലോ? 36 മുതൽ 39 വരെയാണല്ലോ ഇതിന്റെ കോഡുകൾ. ശരിയാണ്. CA, ACCA, പിന്നെ ബാങ്കിംഗ്, ഫിനാൻസ് തുടങ്ങിയ വലിയ കരിയർ സ്വപ്നം കാണുന്നവർക്ക് കൊമേഴ്സ് ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. ബിസിനസ് ലോകത്തേക്ക് പോകാൻ അത് വലിയൊരു ഫൗണ്ടേഷനാണ് തരുന്നത്. അപ്പോൾ ഈ ഹ്യൂമാനിറ്റീസിന്റെ കാര്യമോ? സയൻസ് എടുത്താൽ മാത്രമേ ഭാവിയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അത് സത്യമാണോ? അതൊരു വലിയ അബദ്ധമാണ്. 10 മുതൽ 35 വരെയും പിന്നെ 41 മുതൽ 46 വരെയും കോഡുകൾ വരുന്ന ഹ്യൂമാനിറ്റീസിന് അനന്തമായ സാധ്യതകളാണുള്ളത്. സിവിൽ സർവീസ്, നിയമം, ജേർണലിസം, സൈക്കോളജി തുടങ്ങി ഒരുപാട് മേഖലകളിലേക്ക് പോകാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ? പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സയൻസ് ആണ് എടുത്തത്, അതുകൊണ്ട് ഞാനും അതെടുക്കുന്നു എന്ന് പറയുന്ന ചില പിള്ളേരുണ്ടല്ലോ. ഉണ്ട്. പേര് കേട്ട് സയൻസ് എടുക്കുന്നവരും കൂട്ടുകാരെ നോക്കി പോകുന്നവരുമൊക്കെ അവസാനം വലിയ സ്ട്രെസ്സിലാകും. വിദ്യാർത്ഥിയുടെ താല്പര്യം, അവരുടെ കഴിവ്, ഭാവി ലക്ഷ്യങ്ങൾ, ഉപരിപഠന പ്ലാൻ, ഈ 4 കാര്യങ്ങൾ നോക്കി മാത്രം തീരുമാനമെടുക്കുക. അതായത് സ്വന്തം കഴിവെന്താണെന്ന് ആദ്യം തിരിച്ചറിയണം. വളരെ ശരിയാണ്. അപ്പോൾ ഈ കോഴ്സ് ഫൈനലായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപേക്ഷ കൊടുക്കുന്നതിനു മുൻപ് ആ സ്കൂൾ കോഡ്, കോഴ്സ് കോഡ്, പിന്നെ ആ സ്കൂളിൽ നമ്മൾ ചോദിക്കുന്ന കോമ്പിനേഷനും പ്രാക്ടിക്കൽ വിഷയമുണ്ടോ എന്ന് നിർബന്ധമായും നോക്കണം. എല്ലാ സ്കൂളുകളിലും എല്ലാ കോമ്പിനേഷനും ഉണ്ടാകില്ല എന്ന് പ്രത്യേകം ഓർക്കുക. തീർച്ചയായും ശരിയായ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റും. അതുകൊണ്ട് കൺഫ്യൂഷൻ അല്ല, ശരിയായ തീരുമാനമാണ് +1 അഡ്മിഷനിൽ ഏറ്റവും പ്രധാനം. നിങ്ങൾ ഈ കേട്ട വിവരങ്ങളെല്ലാം വെച്ച് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കൂട്ടുകാരെ പിന്തുടർന്ന് ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം നിങ്ങളുടെ ഭാവിയുടെ ദിശ തന്നെ മാറ്റിയേക്കാം. അതിനാൽ +1 അഡ്മിഷനിൽ നിങ്ങൾക്ക് വേണ്ടത് കൺഫ്യൂഷൻ അല്ല, കൃത്യമായ തീരുമാനമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വഴി ഏതാണെന്ന് ഇന്ന് തന്നെ ചിന്തിച്ചു തുടങ്ങുക. അതെ, ശരിയായ തീരുമാനം ശരിയായ സമയത്ത് തന്നെ എടുക്കണം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയൊരു ഗൈഡൻസ് നൽകിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു നിമിഷം നിങ്ങൾ സ്വന്തമായി ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ യഥാർത്ഥ പാഷൻ എങ്ങോട്ടാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന്. അതെ, ആ ഒരു ചിന്തയിൽ നിന്നാവണം നിങ്ങളുടെ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് സ്മാർട്ട് ഹബ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കരിയർ അപ്ഡേറ്റ്സ് അറിയൂ. റൈറ്റ് കരിയർ ചൂസ് ചെയ്യൂ. Because your future deserves the right guidance. Smart Hub. Let's get smarter together.